താമരശ്ശേരിയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ നടന്നത് 3 കൊലപാതകങ്ങളാണ്. ഒരാൾ MDMA വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ചു. ഈ 4 മരണങ്ങളിലും പ്രത്യക്ഷമായോ അപ്രത്യക്ഷമായോ ലഹരിയുടെ സ്വാധീനം വ്യക്തമാണ്. യുവതലമുറയിൽപ്പെട്ട 15 മുതൽ 25 വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ളവരാണ് പ്രദേശത്തെ കുറ്റകൃത്യങ്ങളിൽ ഭൂരിഭാഗവും എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകം. വിവരങ്ങളുമായി AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. AK അഭിലാഷ്, ഈ കൊലപാതകങ്ങളിലെല്ലാം ലഹരിയുടെ സാന്നിധ്യമുണ്ട്, ആത്മഹത്യയിലും ലഹരിയുടെ സാന്നിധ്യമുണ്ട്, അക്രമങ്ങളിലും ലഹരിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ താമരശ്ശേരിയിൽ ഈ കഴിഞ്ഞ 1 മാസം തന്നെ നടന്ന വിവിധ അക്രമ പ്രവർത്തനങ്ങളെ കൂട്ടിയിണക്കുന്ന പ്രധാനപ്പെട്ട കണ്ണി ലഹരിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഹല്ല് കമ്മിറ്റി പ്രവർത്തകർ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ശ്ലാഘനീയമാണ്. അത് അവരിൽ പലരും തന്നെ മഹലിൽ നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ നിവൃത്തികെട്ടായിരിക്കുമല്ലോ അങ്ങനെ തീരുമാനത്തിലേക്ക് മഹല്ല് കമ്മിറ്റി അടക്കം പോയിട്ടുള്ളത്. എങ്ങനെയാണ് ലഹരി ഈ താമരശ്ശേരിയുടെ ക്രൈം റെക്കോർഡ്സിലെ പ്രധാന കണ്ണിയാകുന്നത് അഭിലാഷ്? ഡോക്ടർ അരുൺ, കഴിഞ്ഞ 2 മാസത്തെ കണക്കെടുത്താൽ 4 മരണങ്ങൾ, അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുമ്പോഴാണ് ഈ ലഹരി ഏത് രീതിയിൽ ഇവിടേക്ക് എത്തുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഏതായാലും തുടരാവുന്നതാണ്. AK അഭിലാഷാണ് നമുക്കൊപ്പം ഉള്ളത്. അഭിലാഷ്, തുടരാം. തീർച്ചയായിട്ടും ഈ 15 മുതൽ 25 വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ള ആളുകളാണ് ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. പ്രധാനമായും പുതുപ്പാടി മേഖലയിലുള്ള വിദ്യാർത്ഥികളടക്കം ഉൾപ്പെടുന്ന, അതായത് യുവസമൂഹത്തിൽ യുവജനങ്ങൾ ഉൾപ്പെടുന്ന ക്രൈം റാക്കറ്റാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന ഘടകം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഈ ലഹരി സംഘത്തിൽപ്പെട്ട ആളുകളായി, അതായത് യാസിറും അതോടൊപ്പം തന്നെ ആഷിഖടക്കമുള്ള ആളുകൾ ഈ ലഹരി സംഘത്തിൽപ്പെട്ട ആളുകളാണ്. 2 കൊലപാതകത്തിലെ പ്രധാന പ്രതികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമ്മയെ കൊന്നതും അതോടൊപ്പം തന്നെ ഭാര്യയെ കൊലപ്പെടുത്തിയതും ഒരേ സംഘത്തിലെ 2 ആളുകൾ, 2 സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതുപ്പാടി മേഖലയിലെ ആളുകൾ വലിയ ഭയപ്പാടിലാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. കാരണം വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യം, പ്രധാനമായും ഹൈവേയുടെ തീരത്ത് കൂടി ഇത്തരത്തിൽ ലഹരി മാഫിയ ഇഷ്ടം പോലെ മുന്നോട്ട് പോവുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള ഘടകം അവിടെ ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട ആളുകൾ ഒരു സ്ലീപ്പിംഗ് സെല്ല് പോലെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അതായത് മഹലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ജുമാ നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ അവർ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ യാതൊരു തരത്തിലും സംശയിക്കേണ്ടുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് തന്നെ പോയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ചുറ്റും കുറേ ആളുകളുണ്ട്, അതായത് പുതുപ്പാടി മേഖലയിലെ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. പുതുപ്പാടി വലിയ പേടിപ്പെടുന്ന നിലയിലേക്ക് മാറുകയാണോ? പുതുപ്പാടി വലിയ പേടിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ്. സാധാരണക്കാരിപ്പോൾ മദ്യപിക്കുന്നവരുണ്ട്, അവർക്കൊരു പ്രശ്നമില്ല. ഇത് എന്തിനാണ് എവിടെ രാത്രി 9 മണിക്കും 10 മണിക്കും ഇത് തന്നെ പരിപാടി, രാത്രി വീട്ടിൽ പോകാനോ അതുകൊണ്ട് തന്നെ അങ്ങാടി ഇറങ്ങി നിൽക്കാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ റിട്ടേൺ അടിക്കുക, അങ്ങോട്ട് ചൂടാവും, അത്രേ ഉള്ളൂ. ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഭീഷണിപ്പെടുത്തി നമ്മൾ ഇത്രയായിട്ടും ഭീഷണിപ്പെടുത്തങ്ങൾ ഞങ്ങളെടുത്ത് വന്നില്ല. നമ്മളിപ്പോൾ വല്ല പോയി കമ്പനി കൂടെ അങ്ങനത്തെ ഈ മദ്യം അടിക്കുന്ന കൂടുതൽപ്പെട്ട ആൾക്കാരായിട്ട് വർത്താൻ പറയും. ഇവരായിട്ട് അങ്ങനെ ടച്ചില്ല. ഇവർ കാറിൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോരും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മളിതുവരെ അവരെ നേരിട്ട് കണ്ടില്ല. അതായത് ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഈ മഹല്ല് കമ്മിറ്റിയുടെ പ്രവർത്തനം എന്തൊക്കെയാണ്? മഹല്ല് കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കേസുകളിൽ പെടുന്നവരെയും ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെടുന്നവരെയും മഹല്ല് പൂർണ്ണമായി ബഹിഷ്കരിക്കാനാണ് പുതുപ്പാടിയിലെ മുഴുവൻ മഹല്ലുകളും കോർഡിനേറ്റായിട്ട് ഇന്നലെ എടുത്ത തീരുമാനം. ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ മഹല്ലുമായൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ആളുകളുമായിരുന്നു. പല രീതിയിലുള്ള ആളുകളുണ്ട്. മഹല്ലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമുണ്ട്, മഹല്ലുമായി ബന്ധപ്പെടാത്ത ആളുകളുമുണ്ട്. അത്തരം ആളുകളെയൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മഹല്ല് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സർവേ നടത്തുന്നുണ്ട്. മഹല്ല് അത്തരം കാര്യങ്ങളിൽ സർവേ ആയിട്ട് സഹകരിച്ച് ഇത്തരം അതത് പ്രദേശങ്ങളിൽ ഇത്തരം ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട നിയമോപദേശം കൊടുക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയും അവരെ ഇതിൽ അഡിക്റ്റ് ആയ ആളുകളെ പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരുന്നതിനും മഹല്ല് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല മഹല്ലുകൾ?
യെസ്, ഇവർക്കൊക്കെ വിവാഹം അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ മഹല്ല് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം കേസുകളിൽ പെട്ടവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവർക്കും ഇതുമായിട്ട് അവരുടെ വിവാഹം അതോടൊപ്പം മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് മഹല്ല് പൊതുവായി എടുത്തൊരു തീരുമാനം. എന്താണ് നിങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ ആളല്ലേ? യൂത്ത് ലീഗിന് ഞങ്ങൾ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ നാളെ ഈ പുതുപ്പാടിയിലെ മുഴുവൻ യുവജന സംഘടനകളെ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒന്നിച്ചെല്ലാ രാഷ്ട്രീയ സംഘടനകളുണ്ട്. ഈ നാട്ടിൽ ഇനി ഒരു ഉമ്മയും അല്ലെങ്കിൽ ഒരു മകനും ഒരു ഭാര്യയും ഇനി കൊല്ലപ്പെടരുത്. ഞങ്ങൾ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ഈ ലഹരി മാഫിയയുടെ വിളയാട്ടത്തിനെതിരെ, അക്രമത്തിനെതിരെ, അവരുടെ ഗുണ്ടായുസത്തിനെതിരെ മുഖം നോക്കാതെ ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. മാത്രമല്ല, നാളത്തെ ഒരു തലമുറ സമാധാനത്തോടെ നിൽക്കണം, അവർക്ക് ജീവിക്കണം. അതിനാരാണോ എതിർ നിൽക്കുന്നത് അവരെ ഞങ്ങൾ എല്ലാവരും കൂടി കൊടിയുടെ നിറം നോക്കാതെ ഞങ്ങൾ നേരിട്ടിരിക്കും. ഏതായാലും അരുൺ, ലഹരിയുടെ ആശങ്കകൾ നിലനിൽക്കുമ്പോൾ പോലും ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പോരാടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവർ എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. ഏതായാലും അത്തരത്തിലൊരു കാര്യങ്ങൾക്ക് നമ്മുടെ പിന്തുണ കൂടി അവർക്കുണ്ടാവും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അരുൺ, താങ്ക് യു. AK അഭിലാഷാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. എന്തായാലും മഹല്ല് കമ്മിറ്റിയുടെ ആ തീരുമാനം ശ്ലാഘനീയമാണ്.